സിനിമ മല്ലികാമ്മേനെ എത്രത്തോളം സന്തോഷിപ്പിക്കും? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പടം. അല്ല, അമ്മയ്ക്ക് നല്ല ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ നാളെ റിലീസായിട്ട് അങ്ങനെ അല്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞു, അങ്ങനല്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ് സിനിമ. നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ്. ഈ ഡോപ്പമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിയായി അല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ബിക്കോസ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ഫിലിം മെയ്ഡ് യു ഫീൽ. അപ്പോൾ അത് അമ്മയ്ക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. അമ്മയ്ക്ക് പ്രത്യേകിച്ചും. കാരണം ഈ പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് അമറക് ബ്രാൻഡനിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ 16-ാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അമ്മയോട് ചോദിക്കാം. ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് അതെ, ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര അഭിമാനിക്കുന്നു. ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ്, ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് E4 എന്റർടൈൻമെന്റ് ഉണ്ട്, കൂടെ ഉണ്ട്. ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസും അപ്പോൾ ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ ഇതിന്റെ ഭംഗി. ഉറപ്പായിട്ട് ഞങ്ങൾ ഇനി ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരട്ടെ, ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയാകട്ടെ റിലീസിന് ശേഷവും. ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആരും പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് വെറുതെ അവന് ഹിന്ദി അറിയാം. ഞാൻ സുഗമ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് 100 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പഴയ പുലിയാണ് ഞാൻ. ഇപ്പോൾ കുറച്ചുകൂടെ ഹിന്ദിയൊക്കെ അറിയാം. ഹിന്ദി സിനിമയൊക്കെ കാണുന്ന ഒരാൾ. ഹിന്ദി മേ ബാത് കർനാ ഹൈ ക്യാ? എനിക്കറിഞ്ഞൂടാ. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ശക്തിമാൻ. നല്ലതാണ്. ഇല്ല, എനിക്കറിയില്ല. ആ ഉണ്ട്. അത് അങ്ങനൊന്നുമില്ല. അപ്പോൾ ഞാനെല്ലാം പാട്ടൊക്കെ പാടിയത് കണ്ടായിരുന്നു. ഈ മിന്നലത്തെ അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ ഉറക്കം കിട്ടിയില്ല ഇന്നലെ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്ന് ഭയങ്കര കോമഡിയാണ്. അല്ല, അത് ധ്യാനല്ലേ, ഇതിപ്പോൾ രാജ്യമായിട്ടല്ലോ. ഇല്ല, അങ്ങനല്ല. പക്ഷെ നിങ്ങളിങ്ങനെ പ്രതീക്ഷയുടെ അമിതഭാരം തരല്ലേ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ പ്രാവുംകൂട്ട് ഷാപ്പിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, തൃശ്ശൂരാണ് ഷൂട്ടിങ്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഏത് പടമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാവുംകൂട്ട് ഷാപ്പ്. അപ്പോൾ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണം കേട്ടോ. ഇന്റർവ്യൂ അപ്പോൾ പടം ഇന്റർവ്യൂവിൽ ഇപ്പോൾ അമിത പ്രതീക്ഷയായി തുടങ്ങി. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒരു വൈബല്ലേ. നിഖില, ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജുവേട്ടൻ്റെ കൂടെ കുറേ സ്ലോ മോഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം രാജുവേട്ടനിൽ നിന്ന് ഒരു നടി എന്ന നിലയിൽ രാജുവേട്ടനിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുക? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇല്ല, അങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. നമ്മൾ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷനാണ്. അപ്പം എനിക്ക് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പഠിക്കാനുള്ളൊരു സ്പേസൊന്നും വിപിനേട്ടൻ തന്നിട്ടില്ല. ഒരുപാട് സീനുകളും ഡയലോഗുകളൊക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കേണ്ടതുകൊണ്ട് മറ്റേതെനിക്ക് പറ്റിയിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരാളുടെ അടുത്തുനിന്ന് പഠിക്കുക എന്ന് പറയുന്നത് അഭിനയിക്കുന്ന സമയത്ത് എന്നുള്ളതല്ലല്ലോ. നമ്മൾ ഗ്രാജുവലി ഇപ്പം എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ.
പൃഥ്വിരാജിന് ബേസിക്കലി ഒരുമിച്ച് അഭിനയിക്കാൻ നേരത്ത് ഒരുപാട് നേരം കൂടെ കിട്ടില്ല ബേസിക്കലി. അപ്പോൾ ഒരു കഥ പറയാനൊക്കെ ട്രൈ ചെയ്തു. ഇല്ലെങ്കിൽ മാനറിസം, പൃഥ്വിരാജിന്റെ മാനറിസങ്ങളൊക്കെ പഠിച്ചു. മാനറിസം ഇല്ല, അങ്ങനെ കഥ ഇല്ല. പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ എനിക്ക് നമുക്കൊക്കെ ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പോൾ അല്ലേ. ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല, എല്ലാവരെയും പോലെയൊക്കെ തന്നെയാണ് വിമാനത്തിന്റെ സംഗതി എല്ലായിടത്തും പറയുന്നുണ്ടല്ലോ, സെൽഫി എടുക്കാൻ പോയതാണ്. ആ ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അന്ന് ഒരു പ്രാവശ്യം, ഈ സിനിമയ്ക്ക് മുമ്പ് ഒറ്റ പ്രാവശ്യം ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടുള്ളൂ. അത് വിമാനം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ അതുവഴി പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ ഇവിടെ പറയേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ സെറ്റിൽ വന്നപ്പോൾ ഞാനും ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജുവേട്ടനാണ് എൻ്റെ മുമ്പിൽ. അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട്. മോണിറ്ററിനോ റെയിലിങ്ങനെ ഇരിക്കുന്നത് നമ്മളിങ്ങനെ, നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് ആണല്ലോ, അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ 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 നമ്മുടെ ഒരേ വൈബാന്ന് മനസ്സിലായി. പിന്നെ ഭയങ്കര കോമഡിയായിരുന്നു, തമാശയൊക്കെ പറയും. അങ്ങനെ ടിപ്സ് ഒക്കെ ചോദിച്ചു. ടിപ്സോ? അല്ല ഞാൻ ഇങ്ങനെ ചോദിക്കും. അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഇന്ന് രാവിലെയും കൂടെ ചോദിച്ചത് ടിപ്പ് ചോദിക്കല് തന്നെ, ഫുൾ ടൈം ടിപ്സ്. അപ്പോൾ അല്ല എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിനിമ എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ, ഫുൾ ടൈം സിനിമ. ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ, ഒരു മലയാള സിനിമയെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഒരു ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ രീതിയിൽ പുറത്തേക്ക് അതിനൊക്കെ. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിറേഷൻസ് ഉള്ള ഒരാൾ. അപ്പോൾ ഇതൊക്കെ എനിക്കും ഭയങ്കര, ഞാനും അങ്ങനെ കുറച്ച് അംബീഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്കും ഈ പറയുന്നത് ഭയങ്കര റിലേറ്റബിൾ ആണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്യും. പിന്നെ അവിടെ എങ്ങനെയാണ്, അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ പഴയ കഥകൾ, ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു, ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു, പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ ചെയ്യുന്നു, ഹിന്ദിയിൽ ചെയ്യുന്നു, അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ, കഥകളൊക്കെ ചോദിക്കാനുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി, ഇവരെങ്ങനെയാണ്, പ്രശാന്ത് ഇങ്ങനെയൊക്കെ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ടിപ്സ് ചോദിക്കാറുണ്ട്. എനിക്ക് ബേസിൽ ഒരുപാട് വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ടയർഡൊക്കെ ആയിരിക്കില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ നേരത്ത് വിനീത് ശ്രീനിവാസൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, എടാ നീ ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പൃഥ്വിക്ക് പറ്റിയത് സംഗതിയാ, ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞിരുന്നത്? പറഞ്ഞു വിനീതേട്ടൻ പറഞ്ഞു. അതായത് വിനീതേട്ടൻ ഈ പറയുന്ന പോലെ ഞാൻ കുറേ എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഭ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു വിനീതേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം, എടാ നീ ഓക്കെ ആണോ, എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതെപ്പോൾ വരും ഇപ്പോൾ വരും എങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക. അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ ആൾക്കാർ ഓക്കെ, അത് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിനീതേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അപ്പോൾ അതിൽ വിനീതേട്ടൻ സംസാരിച്ച എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്കും അറിയുന്നത്, എങ്ങനെയാണ് അങ്ങനെ ആവുന്നത്. ടിപ്സ് വല്ലതും കൊടുത്തോ?